രേഷൻ ഡോക്ടറിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ശാന്തിവിള ദിനേഷ് ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ ചാനലിൽ കൂടെ സംസാരിക്കുന്ന കാര്യങ്ങൾക്കകത്തൊക്കെ ഒരർത്ഥമുണ്ട് അല്ലെങ്കിൽ ഒരു സത്യമുണ്ടെന്നുള്ള രീതിയിലായിരുന്നു ഞാനും പ്രതീക്ഷിച്ചിരുന്നത്. കാര്യം അദ്ദേഹം അത്രയും ആധികാരികമായിട്ടാണ് പല വിഷയങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചിട്ടുള്ളതാണ് ഞാൻ വിചാരിച്ച കാര്യം. അദ്ദേഹത്തിൻ്റെ ഒരു സംഭാഷണ ശൈലി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആരെങ്കിലും പഠിപ്പിച്ചെന്നുള്ള രീതിയിലല്ല, അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം സംസാരിച്ചു എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള അദ്ദേഹത്തിനെ കുറിച്ച് എനിക്കുണ്ടായിരുന്ന ഒരു ധാരണ. പക്ഷേ ഇന്നലെ ഞാനൊരു വീഡിയോ കാണാനിടയായി. എനിക്ക് തോന്നുന്നു 1-2 ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോയാണ്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്ക് ഇദ്ദേഹം പറയുന്നതിനകത്ത് എന്തെങ്കിലും വാസ്തവം ഉണ്ടോ, അതായത് ഇദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ വ്യാഖ്യാനിച്ചു അദ്ദേഹം പറയുന്നതല്ലേ എന്നുള്ളൊരു തോന്നലിലേക്ക് എനിക്ക് എത്തിയത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വടക്കൻ വീരകഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോയാണ്. അതിനകത്ത് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളിനകത്ത് വളരെ വ്യക്തമായിട്ടുള്ള പൊരുത്തക്കേടുകളുണ്ട്. ഇപ്പോൾ ചില വർഷം തന്നെ അദ്ദേഹം 1980 എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിന് ഒരിടത്ത് 89 എന്ന് തന്നെ പറയുന്നുണ്ട്. ചിലപ്പോൾ അദ്ദേഹത്തിന് വന്നിട്ടുള്ള ചെറിയ നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ അത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പിശകാണ്. പക്ഷേ അദ്ദേഹം ആ വീഡിയോ അവസാനിക്കുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അതായത് അവിടെ ഒരു തെറ്റു വന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹത്തിന് തോന്നിയപ്പോൾ തന്നെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പിന്നെ അദ്ദേഹം അതങ്ങ് കൺഫേം ചെയ്ത്. അത് മറ്റൊന്നുമല്ല, അദ്ദേഹം പറയുന്നത് ഒരു വടക്കൻ വീരകഥ സിനിമയ്ക്കകത്ത് ഇപ്പോൾ മമ്മൂക്ക ആ സിനിമയിലേക്ക് വന്നിട്ടുള്ള കാര്യങ്ങൾ കുറിച്ച് പറയുന്നുണ്ട്. അതായത് മമ്മൂക്കയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മമ്മൂക്കയ്ക്ക് പകരം മറ്റൊരാളെ വെച്ച് ഡയറക്റ്റ് ചെയ്തോളാമെന്ന് ഹരിഹരൻ സാറ് പറഞ്ഞതായിട്ടൊക്കെ ഇദ്ദേഹം പറയുന്നത്. അങ്ങനെയൊന്നുമല്ല സംഭവം. അത് നമ്മൾ MTയുടെ അഭിമുഖങ്ങളിൽ തന്നെ MT പല പ്രാവശ്യം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാര്യം ഈ മമ്മൂക്കയും പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു സിനിമയിൽ ഒരു പുതുമുഖങ്ങളെ വെച്ചുള്ള രീതിയിൽ ചെയ്യാമെന്ന് ആഗ്രഹിക്കുകയും അത്തരത്തിലുള്ള ഒരു സ്കെച്ച് വരച്ചു വന്നപ്പോൾ അദ്ദേഹവും പറയുന്നുണ്ട് സ്കെച്ച് വരച്ചു വന്നപ്പം മമ്മൂക്കയുമായിട്ട് കൂടുതലൊരു സാദൃശ്യം വരികയും മമ്മൂക്ക എടുത്ത് പറയുകയും അദ്ദേഹം അതിനകത്ത് താല്പര്യം കാണിക്കുകയും അപ്പം ആ വടക്കൻ വീരകഥയിലെ ചന്തു സംസാരിക്കേണ്ടുന്ന രീതി എന്താണെന്നുള്ളത് MTയെ കൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്യിപ്പിച്ചു. മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ വാഹനത്തിനകത്തിട്ട് പല പ്രാവശ്യം അത് കേൾക്കുകയും അപ്പം ആ ഒരു സ്ലാങ് എങ്ങനെ ആയിരിക്കണമെന്നുള്ള ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലാതെ മമ്മൂക്കയുടെ അടുത്ത് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ മറ്റൊരാളെ വെച്ച് ചെയ്തോളാവുന്നൊന്നും ഹരിഹരൻ സാറ് പറഞ്ഞിട്ട് അത്തരത്തിലുള്ള ഒരു സംഭവമേ ഇല്ല. എന്നാലും പോട്ടെ. പക്ഷേ എനിക്ക് ഇതിനകത്ത് തീർത്തും വ്യത്യസ്തമായിട്ടുള്ളത്, എനിക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റാത്ത ഈ വീഡിയോയുടെ അവസാനം പറയുന്ന ചില കാര്യങ്ങളാണ്. അതായത് ഈ സിനിമയ്ക്കകത്ത് ആരോമൽ ഉണ്ണിയുടെ റോളിലേക്ക് രതീഷ് വരണമെന്ന് മമ്മൂക്ക ആഗ്രഹിച്ചിരുന്നു. എന്നിട്ട് ഇദ്ദേഹം ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് ആരോമൽ ഉണ്ണി തന്നെയാണോ? ആരോമൽ ഉണ്ണിയല്ല, അത് ആരോമൽ ചേവകരുടെ കാര്യമാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത്. കാര്യം അതിന് പകരം സുരേഷ് ഗോപി വന്നു എന്നാണ്, അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ വെച്ച് ചെയ്തു, രതീഷിന് കൊടുത്തില്ല മമ്മൂക്ക പറഞ്ഞിട്ടു എന്നുള്ള രീതിയിലൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ആരോമൽ ഉണ്ണിയല്ല, ആരോമൽ ചേവകരാണ്. അതും പോട്ടെ, ആരോമൽ ഉണ്ണി ആരോമൽ ചേവകർ രണ്ടുപേരാണ്. സഞ്ജയ് മിത്രയാണ് ആരോമൽ ഉണ്ണിയുടെ റോള് ഈ സിനിമയ്ക്കകത്ത് ചെയ്തത്. അതും പോട്ടെ, അതുമല്ല എൻ്റെ വിഷയം എന്ന് പറയുന്നത്. ഇതിനകത്ത് അദ്ദേഹം പറയുന്നത് രതീഷിന് കൊടുക്കണമെന്ന് മമ്മൂക്കയ്ക്ക് വാശി പിടിക്കുകയും അത് സുരേഷ് ഗോപിക്ക് തന്നെ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ പ്രതിഷേധിച്ച് മമ്മൂക്കയും സുരേഷ് ഗോപിയും കൂടെ മാനസികമായിട്ട് അകലുകയും സുരേഷ് ഗോപി പിന്നീട് ചേട്ടാ ഇക്ക എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും മമ്മൂക്കയെക്കുറിച്ച് ഒരുപാട് ചീത്ത പറയുന്ന രീതിയിൽ സുരേഷ് ഗോപി പെരുമാറുകയൊക്കെ ചെയ്തു. അവിടെയാണ് തീർത്തും എനിക്ക് അതിനകത്തൊരു അതായത് ഒരു തരത്തിലും എനിക്ക് യോജിക്കാൻ പറ്റാത്ത. അതെന്താ കാര്യം എന്ന് വെച്ചാൽ 1989 ഒരു വടക്കൻ വീര റിലീസ് ചെയ്തത്. അതിനകത്ത് അന്ന് തന്നെ ആരോമൽ ചേവകരുടെ റോളിലേക്ക് ആ സമയത്ത് തന്നെ മമ്മൂക്ക വന്നതിന് ശേഷം സുരേഷ് ഗോപി വരികയും രതീഷ് അത്തരത്തിലുള്ളൊരു റോള് ചെയ്യത്തക്ക രീതിയിൽ ഒരു ഫിറ്റായിട്ടിരിക്കുന്ന സമയമല്ല അത്. രതീഷിൻ്റെ പേര് മമ്മൂക്ക ഒരിടത്തും നിർദ്ദേശിച്ചിട്ടില്ല, അതിനകത്ത് താല്പര്യം ഉണ്ടായിരുന്നത്. പിന്നെ അത് മാത്രമല്ല 89 ശേഷം സുരേഷ് ഗോപി ഏകലവ്യനകത്ത് സൂപ്പർ സ്റ്റാർ ആയതെന്ന് നമുക്കറിയാം. കാര്യം മമ്മൂക്കയുടെ ഒരൊറ്റ താല്പര്യപ്രകാരമാണ് മമ്മൂക്ക വേണ്ടെന്ന് വെച്ച ഏകലവ്യനിലെ മാധവൻ എന്ന് പറയുന്ന റോള് സുരേഷ് ഗോപിയിലേക്ക് തന്നെ ചെന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ മറ്റൊരു നടനിലേക്ക് പോകുമായിരുന്ന റോള് സുരേഷ് ഗോപിയിലേക്ക് കൊടുക്കുകയും പിന്നീട് മണിച്ചിത്രത്താഴ് സിനിമ 93 തന്നെ റിലീസ് ചെയ്യുമ്പം അതിനു മുമ്പ് അതിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മമ്മൂക്ക സുരേഷ് ഗോപിയെ ചേർത്ത് പിടിച്ച്, അന്ന് സുരേഷ് ഗോപി ഒരു മഞ്ഞ ടീഷർട്ട് ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയ്ക്ക് താഴെ മമ്മൂക്ക അതിനകത്ത് സുരേഷ് ഗോപിയെ സംബോധന ചെയ്തത് അന്നല്ല. ആ സമയത്ത് മമ്മൂക്ക സുരേഷ് ഗോപി കൂടുതലും വിളിച്ചുകൊണ്ടിരിക്കുന്നത് മഞ്ഞൻ എന്ന് പറയുന്നൊരു വാക്കാണ്. അന്നത്തെ വെള്ളി നക്ഷത്രം അത് റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാര്യം അത്രയും അടുപ്പം വരെ 93 അതായത് 89 ഈ പറയുന്ന കണക്ക് വടക്കൻ വീരതയായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല അവർ തമ്മിലുള്ള പ്രശ്നം തുടങ്ങിയത് പിന്നീട് നമ്മുടെ ഇന്ത്യക്ക് പുറത്തു വെച്ച്, അതായത് കേരളത്തിനും ഇന്ത്യക്കും ഒക്കെ പുറത്തു വെച്ച് ഒരു സിനിമയുടെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സുരേഷ് ഗോപി ചെയ്ത, അല്ലെങ്കിൽ ഈ ശാന്തിവിള ദിനേഷ് തന്നെ മുൻകാലത്തൊരു വീഡിയോയിൽ പറഞ്ഞ കണക്ക് ഒരു നായിക നടിയുമായിട്ടുണ്ടായിരുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ
പറഞ്ഞത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ ചർച്ച സിനിമാ ലോകത്തായപ്പോഴാണ് മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ആൾക്കാരെ മമ്മൂക്ക അകറ്റി നിർത്തുന്ന ഒരു ശീലം മമ്മൂക്കയ്ക്കുണ്ട് ആ കാലത്ത്. ഇപ്പം എനിക്ക് തോന്നുന്നു മമ്മൂക്ക ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും, അകറ്റി നിർത്താറുണ്ടായിരിക്കും. പക്ഷേ ഇപ്പം ചിലപ്പോൾ അദ്ദേഹം ഒന്നുകൂടെ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഒരാൾ ശരിയാണോ തെറ്റാണോ എന്ന് അറിഞ്ഞിട്ട് ചെയ്യാവുന്നത്. പക്ഷേ അന്നത്തെ കാലത്ത് ഒരു ആരോപണം വരുന്ന ആൾക്കാരെ മമ്മൂക്ക ഒരു തരത്തിലും അടുപ്പിക്കത്തില്ല. മമ്മൂക്ക ഇതിനകത്തൊക്കെ വളരെ പേടിയും ചില ആദർശങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയായതുകൊണ്ട് സുരേഷ് ഏട്ടനുമായിട്ട് ആ കാലത്ത് മമ്മൂക്ക അകന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് ഈ പറഞ്ഞ കണക്ക് ഈ ഇന്ത്യക്ക് പുറത്ത് വെച്ച് ഷൂട്ട് ചെയ്ത് ഈ ശാന്തിവിള ദിനേശ് തന്നെ പറഞ്ഞ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടാണ്. പിന്നീട് അത് കാലക്രമേണ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അവർ തമ്മിൽ യോജിച്ചു പോയത്. അല്ലാതെ ഒരു വടക്കൻ വിരോധയുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല അവർ തമ്മിൽ അത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടായി. അപ്പം ആ ഒരൊറ്റ സംഭവത്തോടുകൂടി ഇദ്ദേഹം വിളിച്ചു പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതായത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അദ്ദേഹത്തിന് എന്തും പറയാമെന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം പറയാം. അത് തീരെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലും മനസ്സിലാക്കാതെ ചെയ്യുന്നതെന്ന് മാത്രമാണ് എനിക്ക് അഭിപ്രായം.